കഥയുണ്ട്. ധനവാനും ലാസറിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. രണ്ടുപേരും ഭൂമി ജീവിച്ചവരാ, രണ്ടുപേരും മരിച്ചു. പക്ഷേ ധനവാനെ അടക്കിയെന്ന് വായിക്കുമ്പോൾ അവിടെ ലാസറിനെ ആരും അടക്കിയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ പിന്നെ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നു ലാസർ അബ്രാപിതാവിന്റെ മടിയിലാണ്. ധനവാനോ യാതന സ്ഥലത്താ. ധനവാൻ മേലോട്ട് നോക്കിയിട്ട് ലാസറിനെ കണ്ടു. ലാസറ് കുറെ നാളൊക്കെ ഈ ധനവാന്റെ പഠിപ്പുരയിലാണ് അദ്ദേഹത്തിന്റെ അത് ലഭിക്കുന്ന ഭക്ഷണം കൊണ്ട് മാത്രം ജീവിച്ചു വരുന്ന ഈ മനുഷ്യൻ. ഇപ്പൊ നോക്കിയേ, മരിച്ചു കഴിഞ്ഞപ്പോ രണ്ടും രണ്ട് സ്ഥലത്താ. എവിടെയാണ്? ഈ ലാസറ് വ്രണം പിടിച്ചവന് മരിച്ചപ്പോ നോക്കി അബ്രാപിതാവിന്റെ മടിയിൽ പോയി. ഈ ധനവാൻ സമ്പത്ത് കൊണ്ടൊക്കെ ജീവിച്ചവന് പക്ഷേ മരിച്ചവ യാതൊരു സ്ഥലത്താ. ഇന്ന് പകൽക്കാലം എങ്ങനെ കുറെ നാൾ ജീവിച്ചെന്നല്ല, പക്ഷെ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞ ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ നീ വേറെ കർമാദികളൊന്നും ചെയ്യണ്ട. അല്ല, നീ ഒരു കാര്യം മാത്രം, നിന്റെ മനസ്സ്, നീ പള്ളി മാറാനല്ല ഞങ്ങൾ പറയുന്നത്, നിന്റെ മനസ്സ് മാറുന്നെങ്കിൽ അതാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ മനസ്സ്, ഇവിടെ നിൽക്കുന്ന പലരുടെയും മനസ്സ് മാറിയത്. ഞങ്ങൾ ഒരു കാലത്ത് പല മദ്യത്തിനും മയക്കുമൊക്കെ അടിമയായി പലരും ഇതിന്റെ അകത്തുണ്ട്. സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾ പണ്ട് മയക്കുമരുന്നിന്റെ ചാരായത്തിന്റെ ഒക്കെ അടിമയായിരുന്നു. ദൂഷ്യഫലം ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ മക്കൾ അനുഭവിച്ചു. ഞങ്ങൾ ഈ ദൈവത്തെ കണ്ടുമുട്ടിയ നിമിത്തം നോക്കിക്കേ, ഈ ഇവിടുത്തെ ഭരണകൂടങ്ങള് ഇത് നിരോധിക്കാൻ എന്തെല്ലാം സംവിധാനം. ഒരു ആന്റണി സർക്കാർ വന്നു, ഇത് നിരോധിച്ചാണ്. പക്ഷേ പിന്നെയും അത് ധാരാളമായി ഒഴുകിക്കൊണ്ടി. കാരണം എന്താണ് ചോദിച്ചല്ലോ, ഒരു സർക്കാർ നിരോധിച്ച നടക്കില്ല. നിന്റെ മനസ്സ് മാറിയെങ്കിൽ മാത്രമേ ഇതിന് മോചനം പ്രാപിക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ നീ അംഗീകരിക്കുന്നെങ്കിൽ, അല്ല യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്റെ ഹൃദയത്തിനകത്ത് നോക്കി. ഇവിടെ ഞാൻ പലരും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ട്രാക്ട് തരാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ അവർ കഥ മുട്ടുമ്പോൾ നിങ്ങൾ തുറന്നെങ്കിലേ അവർ ആ വീട്ടിനകത്ത് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, യേശു നിനക്ക് ഹൃദയകവാടത്തിൽ മുട്ടുകയാ. ആരും മനസ്സ് തുറന്നു കൊടുക്കുന്നോ അവിടെ യേശു വരാൻ പറ്റൂ. അത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളൊന്നും നിൽപ്പിരുന്നുകൊണ്ട് അടുക്കള ജോലി ചെയ്യുമായിരിക്കാം. ഇന്ന് പറഞ്ഞാട്ടെ, യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് വന്നാട്ടെ. യേശു എന്ന് പറയുന്നത് ഒരു മതത്തിനുമല്ല, ഒരു വ്യക്തിയുടെയുമല്ല, അല്ല സകല മാനവ ജാതി രക്ഷിക്കാൻ വേണ്ടി യേശു ക്രിസ്തു ലോകത്തേക്ക് വന്നതാ. നോക്കി അന്ത്യോക്യ വെച്ച് പറയുന്നു, വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്. അന്ത്യോക്യ വെച്ച് കളിയാക്കി ക്രിസ്ത്യാനിന്ന് പേരിട്ടതാണ്. അതുകൊണ്ട് ഇന്ന് ആ പേര് സ്റ്റാൻഡേർഡായി മാറിയത്. അങ്ങനെ ഇന്ന് പകൽക്കാലം ഏത് മതവും നല്ല വിഷയം, യേശുവിനെ അംഗീകരിക്കാൻ തയ്യാറായാൽ നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ ദൈവം. ഇന്ന് നോക്കി സ്നേഹിക്കാൻ പലരുമില്ല. ആ സ്നേഹം പരിധി കൊണ്ട് അവസാനിക്കുന്നു. ഭാര്യയുടെ സ്നേഹം പരിധി കൊണ്ട് അവസാനിക്കുന്നു. നോക്കി ലോകത്തിന്റെ ഈ കേരളത്തിന്റെ ഈ കൊച്ചു കേരളത്തിന് അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ എവിടെ സമാധാനമില്ല. മക്കളെ കൊണ്ട് സമാധാനമില്ല. മയക്കുമരുന്നിനും അടിമയായിട്ട് അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു എന്ന് വേണ്ട അനവധി കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്. എന്നെയും എന്ത് ചെയ്യുന്ന വയസ്സിൽ മയക്കുമരുന്നിന്റെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം നോക്കിയ സ്കൂട്ടർ മേടിച്ച് തന്നില്ലെന്ന് പറഞ്ഞ് അമ്മയെ അടിച്ചു കൊല്ലുന്നു, അപ്പനെ അടിക്കുന്നു എന്നിത്യാദി ഒത്തിരി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പകൽ. അങ്ങനെയെങ്കിൽ സ്തോത്രം, യേശുവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങളുടെ ഹൃദയം കൊടുക്കാൻ തയ്യാറായാൽ യേശു നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് വരും. വചനം പറയുന്നത് എന്താണ്? മറ്റൊരുത്തിന് രക്ഷയില്ല, രക്ഷിക്കപ്പെടാൻ ആകാശം കീഴ് മനുഷ്യരുടെ വേറൊരു നാമവും ഇല്ലെന്നാ. അങ്ങനെ ഇന്ന് പകൽക്കാലം യേശുവിന് വേണ്ടി ഒരു മതം, ഒരു ചർച്ച മാറാനോ ഒരു പള്ളി മാറാനോ ഇതൊന്നുമല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം നിൽപ്പിന്നുകൊണ്ട് കൊടുക്കാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നോക്കിയേ, സ്നേഹം തരാന്ന് പറഞ്ഞത് സ്നേഹത്തിന്റെ പരിധിയുണ്ട്. ഞാനൊരു പുസ്തകം വായിച്ചപ്പോ ഒരു സഹോദരൻ നമുക്കറിയാം ടി ബി രോഗം പണ്ട് ധാരാളമായിരുന്നു. ഇന്നപ്പോ ഇന്ന് അതിനെ വായിച്ചത് കണ്ടുപിടിച്ചുകൊണ്ട് അത്രയില്ല. എങ്കിലും പണ്ടത്തൊരു കാര്യം പറയാം. നോക്കി, അവിടെ ആ മനുഷ്യൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് അഭയം. അദ്ദേഹം വല്ലപ്പോഴും ഗസ്റ്റായിട്ട് വീട്ടിൽ വരുന്ന പോലെ വല്ലപ്പോഴും വരത്തുള്ളൂ. പിന്നെ ദിവസവും ചെലവഴിക്കുന്ന മെഡിക്കൽ കോളേജിലാണ്. നോക്കി, ഒരു ദിവസം ഈ മനുഷ്യൻ മരിച്ചു, ഡോക്ടർ പറഞ്ഞ് മരിച്ചു എന്ന. അങ്ങനെ ആ ബോഡി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നടത്തി, ശുശ്രൂഷ നടത്തി ചെയ്ത ശേഷം അടക്കാൻ വേണ്ടി വളരെ ദൂരം കൊണ്ടുപോകണം. റബ്ബർ തോട്ടം താണ്ടി പോകണം. ഒരു ചെറിയ പെട്ടി നാട്ടുകാരെല്ലാം ചേർന്ന് വീഞ്ഞപ്പെട്ടി ഉണ്ടാക്കി അദ്ദേഹത്തെ കിടത്തി ഇത് ചുമ്മിക്കൊണ്ട് 4 പേര് പോകുകയാണ്. 4 പേര് പോകുന്ന വഴിക്ക്
ഈ ഇറങ്ങിപ്പോയി ഇറക്കം വലുതായതുകൊണ്ട് കാല് തെറ്റി കൊണ്ടുപോയ 4 പേര് പിടിച്ച് ഒരാളെ കാല് തെറ്റി മറിഞ്ഞു വീണപ്പോ ഈ പെട്ടിയും ഉരുണ്ട്, ഈ മനുഷ്യന് ഈ ഡെഡ് ബോഡി ഉരുണ്ട്, അങ്ങനെ ഉരുണ്ടുകൊണ്ട് താഴെ പോയപ്പോ ഈ 4 പേര് പിന്നെ ഈ പെട്ടി എടുത്ത് പുറകെ ചെന്നപ്പോ ഈ മരിച്ചത് കിടന്നയാള് താൻ എഴുന്നേറ്റിരിക്കുന്നത്. പലപ്പോഴും ഈ ഹോസ്പിറ്റലൊക്കെ തള്ളുന്ന അല്ലെങ്കിൽ മരിച്ചത് തന്നു വിടുന്നത് കുളിക്ക് നോക്കിയാണെങ്കിൽ ചിലപ്പോൾ ജീവൻ കാണും. അങ്ങനെ മെഡിക്കൽ കോളേജൊക്കെയാണല്ലോ എന്താണ് വയസ്സലോ അല്പസമയം കഴിയുമ്പോൾ എന്ത് നിങ്ങളെ പറഞ്ഞു വിടാറുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയേ ഇദ്ദേഹത്തെ വിളിച്ചു വീട്ടിലേക്ക് വരുമ്പോ ഭാര്യ സ്നേഹം വരുന്ന ഒരു പരിധി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. ഭാര്യ നോക്കിയപ്പോ ഇവര് 4 പേര് 5 പേരുണ്ട്. നോക്കിയപ്പോ തന്റെ ഭർത്താവ് ജീവനോട് നിൽക്കുന്നു. നോക്കിയാലേ അവര് അതിശയിച്ചു പോയി. അവസാനം പിന്നെ അവസാനം ഈ പുള്ളി മരിച്ചുപോയി. ഭാര്യ ഡെഡ് ബോഡി എടുക്കുമ്പോൾ ഭാര്യ പറഞ്ഞ കാര്യമുണ്ട്, കൊണ്ടുവന്ന് കൊള്ളാം, കാലെ തട്ടി വീണു തിരിച്ചു കൊണ്ടുവന്നേക്കല്ലേ. ഇത്രയേ ഉള്ളൂ സ്നേഹമെന്ന്. ഭാര്യയുടെയും അല്ലെ മക്കളുടെ സ്നേഹം ഇത്രയേ ഉള്ളൂ. പക്ഷേ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് പകൽക്കാലം നീ യേശുവിന് വേണ്ടി സമയം നിന്റെ മനസ്സ് കൊടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ മാനിക്കും. ഇവിടെ പകരം മരിക്കാൻ ആരുമില്ല. അല്ലിയ നോക്കി ഒരാൾ മരിച്ചു കിടക്കുക, ഇത് ഞാൻ ഒന്ന് പറയുക ഇദ്ദേഹം ജീവിക്കും എന്ന് പറയുമ്പോൾ അല്ല ഇത് എങ്ങനെ ജീവിക്കും? പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു മരുന്നുണ്ട് ജീവിക്കാൻ. പക്ഷെ ഇത് ആര് കുടിക്കും ഈ മരുന്ന്? ഞാൻ പറയുന്നു വീട്ടിലുള്ളവർ കുടിക്കണം. അപ്പൊ എല്ലാവരും പറയുന്നു, ഭാര്യ പറയുന്നു, മകൻ പറയുന്നു, അപ്പൻ പറയുന്നു ഞാൻ കുടിക്കാം. പക്ഷെ ഞാൻ രണ്ടാമത് അടുത്ത കാര്യം പറയുകയാണ്, ഇത് കുടിക്കുന്ന ആൾ മരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് എന്ത് പറയുന്നത് അറിയാമോ? അല്ല മരിച്ചവൻ അടക്കപ്പെടട്ടെ. അപ്പൊ പകരം മരിക്കാൻ ഇവിടെ ആളില്ല. ഇവിടെ പകരം മരിക്കാൻ നമ്മുടെ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞങ്ങൾ തോരാതെ ഈ കവലകളൊക്കെ വിളിച്ചു പറയുന്ന കാര്യം, പകരം മരിക്കാൻ ഇവിടെ ആരുമില്ല. യേശു നിന്റെ പാപത്തിന്റെ